മാമിനെ പറ്റി വളരെ മോശമായിട്ട് അവർ ഞങ്ങളുടെ അടുത്തൊക്കെ പറയുന്നു എന്ന് നേരത്തെ ഞാൻ ചെയ്ത വീഡിയോയിലെ അധ്യാപികയെക്കുറിച്ച് എന്നോട് പല കുട്ടികളും വന്ന് പറഞ്ഞെങ്കിലും അതായത് നമ്മൾ പറയുമല്ലോ, നമ്മൾ ചെവിയിൽ കേൾക്കുന്നതേ വിശ്വസിക്കാവൂ, കാണുന്നതേ വിശ്വസിക്കാവൂ. ഞാൻ അങ്ങനെ തന്നെ പിടിച്ചിന്ന് പോവുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാനും ആ കോളേജിലെ ഒരു പയ്യനായ വിദ്യാർത്ഥിയും കൂടി അവരുടെ ക്യാബിന് മുന്നിൽ കൂടെ നടന്ന് എൻ്റെ ക്യാബിൻ്റെ അടുത്തോട്ട് എത്തുകയാണ്. അവനെ കുറച്ച് സംസാരിക്കാനുണ്ട്. അത്രയും അവൻ ഷാറ്റേഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ഇവർ ഞങ്ങളുടെ മുന്നിലോട്ട് നടന്നു വന്നിട്ട് ഒരുപാട് വെർബൽ അബ്യൂസ് ചെയ്തു. എന്നെയല്ല, ആ കുട്ടിയെ. പക്ഷെ അപമാനിതയായത് ഞാനായിരുന്നു. എന്നെ അവിടെ നിയമിച്ച പുരോഹിതനായ അധ്യാപകന്റെ മുന്നിൽ ചെന്ന് വെച്ച് പറഞ്ഞു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അങ്ങ് പറഞ്ഞ വഴിയിലൂടെ മാത്രമാണ് ഈ കൗൺസിലിംഗ് സെൽ ഞാൻ കൊണ്ടുപോകുന്നത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പറയൂ. അദ്ദേഹം കൈകൂപ്പിട്ട് പറഞ്ഞു, എന്നെ ഇതിനകത്തിലൊന്നും പിടിച്ചിടരുത്. ആ ഒരു നിമിഷം ഞാനിങ്ങനെ നോക്കുമായിരുന്നു. എന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ച നിയമമാണ് എന്നെ തള്ളി പറഞ്ഞത്. പക്ഷെ അവിടുത്തെ മാനേജർ അച്ഛൻ, മാനേജ്മെന്റിന്റെ പ്രതിനിധിയായ അച്ഛൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അദ്ദേഹവും ഈ അധ്യാപികയും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു കേട്ടോ. എന്നെ വ്യക്തിപരമായി യാതൊരു രീതിയിലും പരിചയമില്ലാഞ്ഞിട്ട് കൂടി അദ്ദേഹം എന്നെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്തു. മാനേജ്മെന്റ് എന്നെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്തു. പക്ഷെ കൗൺസിലിംഗ് സെൽ എന്നൊരു സംരംഭം അവിടെ തുടങ്ങിയ ആദ്യത്തെ കൗൺസിലറായിരുന്ന ഞാൻ വിശ്വാസത്തിൽ എടുക്കുകയും എന്നെ പ്രൊട്ടക്ട് ചെയ്യും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അറിയുമെന്ന് ഞാൻ വിചാരിച്ച അധ്യാപകൻ ഒറ്റ സെന്റൻസ് കൊണ്ട് തന്നെ ഒഴിവാക്കി കളഞ്ഞു. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ കയറാൻ പറ്റാതെ ആയിട്ടുണ്ട്. കാരണം വിവാഹമോചിതയും, പിന്നെ അവര് പറയുന്ന വിവാഹമോചിത എന്ന് മാത്രമല്ല, സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളെന്നല്ല പറഞ്ഞത്. അവരുപയോഗിക്കുന്ന പദങ്ങളൊക്കെ മറ്റു പലതുമാണ്. എഴുതി പിന്നെ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നു, പബ്ലിസിറ്റിക്ക് വേണ്ടി എഴുതുന്നു. എന്താണ് കൗൺസിലിംഗ്, എന്താണ് സൈക്കോളജി എന്ന് അത്രയും അഭ്യസ്ത വിദ്യരായ ആളുകളോട് ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഞാൻ എന്ത് അശ്ലീലമാണ് എഴുതിയിട്ടുള്ളത്? അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഫെമിനിസ്റ്റ് എന്ന് ഞാൻ വിചാരിച്ച ഒരുപാട് അധ്യാപികമാരുടെ മുന്നിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രശ്നം, അകത്തും പുറത്തും. അവർക്കൊക്കെ ഒറ്റ വാക്കേ ഉള്ളൂ, എങ്കിൽ പിന്നെ എന്തിനാ കണ്ടിന്യൂ ചെയ്യുന്നത്? എനിക്ക് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. ഒന്ന്, എൻ്റെ മകൾ അവിടെ പഠിക്കുകയാണ്. രണ്ടാമത്, ഞാൻ എന്തിനിറങ്ങണം? അല്ലെങ്കിൽ മാനേജ്മെന്റ് പറയണം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയണം. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാതെ ഞാൻ എന്തിനിറങ്ങണം? അവിടെ എന്നെ സപ്പോർട്ട് ചെയ്ത്, ഞാൻ പറയുന്നതും കാര്യങ്ങൾ ശരിയാണെന്ന് സപ്പോർട്ട് ചെയ്ത് ഒരേ ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നിയമത്തിന്റെ വഴിയിലൂടെ ആയിരിക്കാം, സ്ഥലം മാറ്റം ആയി, അദ്ദേഹവും പോയി. പിന്നീടുള്ള എൻ്റെ കുറച്ച് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ എനിക്ക് കയറാൻ അനുവാദമില്ല. അധ്യാപകരും എല്ലാം, ആണാകട്ടെ പെണ്ണാകട്ടെ, അവർ പറയുന്ന വാക്കിനപ്പുറം പോകുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കുട്ടികൾ വന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ വീട്ടിലെ കാര്യം കാണും, ചിലപ്പോൾ ഒരു അബ്യൂസ്മെന്റിന്റെ കാര്യം കാണും. ഇതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ടത്? അല്ലെങ്കിൽ പറയാം, ആ അധ്യാപിക അത് ഒതുക്കും, ഒഫീഷ്യലായിട്ട് മാത്രമേ ആ ഫയൽ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസം വേണം. ഒരു കൗൺസിലർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നത്, കലാലയത്തിൽ കൗൺസിലർ പോസ്റ്റ് ഉണ്ട്, അത് എടുക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷെ ആ കൗൺസിലറെ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവിടെ എന്താണ് കൗൺസിലിംഗ് എന്നും എന്താണ് കൗൺസിലർ എന്നും അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ. നമുക്കും തെറ്റുപറ്റാം, അതും തിരുത്താൻ ആള് വേണം. പക്ഷെ ഇതെന്ന് വെച്ചാൽ പേഴ്സണൽ ആയിട്ടുള്ള ഈഗോയുടെ പുറത്തുണ്ടായൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം എന്നെ എത്രമാത്രം അപമാനത്തിന് കൊണ്ടെത്തിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വ്യക്തിപരമായും ഒഫീഷ്യലിയും, കാരണം എനിക്ക് പിന്മാറാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. എനിക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാനായിരുന്നു ആഗ്രഹം. കാരണം എന്താണ് എന്റെ ഭാഗത്തുള്ള തെറ്റ്, അത് പറയണം. അപ്പോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരും തയ്യാറല്ല. ഒന്നെങ്കിൽ അത് പോകാൻ മാനേജ്മെന്റ് പറയണം. മാനേജ്മെന്റ് നട്ടലുള്ള മാനേജ്മെന്റ് തന്നെയാണ്. അവരൊരിക്കലും എന്നോട് പോകാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ തുടരേണ്ടത് എങ്ങനെയെന്നും അവർക്ക് പറഞ്ഞു തരാൻ അറിയില്ലായിരുന്നു.